നമസ്തേ, ഞാൻ ശ്രീരേഖ. രേഖാമണൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒരു ടിപ്സ് പരിചയപ്പെടുത്തി തന്നല്ലോ, ഫ്ലവർ അല്ല, ഹൈബിസ്കസ് ഫ്ലവറിന്റെ, അതും അലോവരയും കൂടി. അപ്പോൾ അത് ആ ജെല്ലാണ് കേട്ടോ തലയിൽ തേച്ചത്. ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ തല തേക്കുന്ന. എന്നിട്ട് കഴുകാതെ തന്നെ ഞാൻ അതിൽ നീലാമരി തേച്ചു കേട്ടോ. ഇന്ന് രാവിലെ ഉണങ്ങിയല്ലോ, രാത്രി ഓവർനൈറ്റ് വെച്ചു. അപ്പോൾ മുടിയൊക്കെ അത് നന്നായിട്ട് ഉണങ്ങി, ജെല്ലിരുന്ന് ഉണങ്ങി. എന്നിട്ട് ഇന്ന് രാവിലെ നീലാമരി തേച്ചു. നീലാമരി തേച്ചപ്പോൾ മുടിക്ക് ഒന്ന് കണ്ടോ നിറവ്യത്യാസവും അതുപോലെ സിൽക്കി ആയിട്ട് വരും. കണ്ടോ, ഇന്നലത്തെ ഹൈബിസ്കസിൻ്റെയും അലോവരയുടെയും തേച്ചിട്ട് ഇന്നിപ്പോൾ ഇത് തേച്ചപ്പോൾ ഓരോ പാക്ക് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാനത് അന്ന് തന്നെ തേക്കാറുണ്ട് കേട്ടോ. അന്ന് തന്നെ തേച്ച് കിടക്കാൻ പറ്റിയതാണെങ്കിൽ അന്ന് തന്നെ തേക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസം തേക്കും. അപ്പോൾ സൂപ്പർ ആണ് കേട്ടോ ആ ജെല്ല്. ചെമ്പരത്തിയുടെ പൂവും പിന്നെ അലോവരയുടെ നല്ല എഫക്റ്റീവാണ് കേട്ടോ. മുടി കൊഴിച്ചിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിൽക്കും, ഹെയർ ഗ്രോത്തും ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ഓരോന്നിലും ഓരോ വിറ്റാമിൻ എ, സി, ഇ അങ്ങനെയൊക്കെ അടങ്ങിയ ഒരുപാട് ഇതെല്ലാം ഉണ്ട്. ചെടികളായിട്ടും ജെല്ലുകളായിട്ടും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് ആയുർവേദ ചെടികളുണ്ട് കേട്ടോ നമുക്ക് ചുറ്റിനും. അപ്പോൾ അതുപോലെയുള്ള ഒരു സൂപ്പറാണ് ഇന്നിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അത് ഇതിനു മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക്. പക്ഷെ ഇതാണ് കേട്ടോ മുരിങ്ങയുടെ ഇല ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഇതിൽ വിറ്റാമിൻ എയും സിയും ഇയും ഉണ്ട്, ന്യൂട്രീഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അകത്തേക്കും കഴിക്കാം. അതുപോലെ ഇതിൽ നിന്ന് ഇല എടുത്തിട്ട് നമ്മൾ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് മാസ്കിന് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. ചെമ്പരത്തിപ്പൂ കണ്ടോ, ഇത് ഒന്ന് ചുരുങ്ങിയതാണ്, എന്നാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. പറിച്ചു വെച്ചപ്പോൾ ചുരുങ്ങിയതാണ്, ചുരുങ്ങിയാലും നമുക്ക് പ്രശ്നമില്ല. ഈ ചെമ്പരത്തിപ്പൂവ് കണ്ടോ, കൂടുതൽ എടുത്ത് നമുക്ക് ഇതിൽ ഈ മുരിങ്ങയുടെ ഇലയുടെ കൂടെ നമുക്ക് ഇത് അടിച്ചിട്ട് ജ്യൂസ് എടുക്കാം. ഇതിൻ്റെ ചെമ്പരത്തിപ്പൂവിൻ്റെയും ഇതിൻ്റെയൊക്കെ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് അരച്ചെടുത്ത് പിഴിഞ്ഞെടുക്കാം. കോട്ടൺ തുണിയിൽ പിഴിഞ്ഞെടുക്കാം. ഞാൻ കാണിച്ചു തരാറുണ്ടല്ലോ സാധാരണ. അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഒലിവ് ഓയിൽ കൂടി ചേർക്കാം. അപ്പോൾ ഇത് ഒരു സെറം പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് ഹെയർ മാസ്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മുരിങ്ങയുടെ ഇലയും ഹൈബിസ്കസും വേണ്ടത്ര വെള്ളം ചേർത്താൽ മതി കേട്ടോ. നമുക്ക് മാസ്ക് ആയിട്ട് തേക്കാൻ പറ്റുന്ന അത്രയും വെള്ളം എടുത്താൽ മതി, ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. തലയോട്ടിലും തലമുടിയിലൊക്കെ തേച്ച് പറ്റുന്ന തരത്തിലുള്ള മതി. എന്നിട്ട് അതിൽ ഒലിവ് ഓയിൽ ചേർക്കാം. അപ്പോൾ ഇത് ഹെയർ ഗ്രോത്തിന് വളരെ ബെസ്റ്റാണ് കേട്ടോ. ഓരോന്നിനും ഓരോ തരം യൂസാണുള്ളത്. മുരിങ്ങയുടെ ഇലയ്ക്ക് അത് വേറെ, ഹൈബിസ്കസിന് വേറെ, അതുപോലെ ഒലിവ് ഓയിലിന് വേറെ. ഒലിവ് ഓയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കും സ്കാൽപ്പിലേക്കുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഹൈബിസ്കസും അതെ കേട്ടോ, നല്ല പ്രോട്ടീനാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് ഇന്നിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എടുക്കാം. മുരിങ്ങയുടെ ഇല എത്ര കിട്ടണോ അത്ര എടുക്കാം കേട്ടോ. ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഇല ഉതിർത്തിയിട്ട് വേണം നമുക്ക് ഈ ഹൈബിസ്കസും കൂടി എടുത്തിട്ട് വേണം നമുക്ക് പിഴിഞ്ഞെടുക്കണം ജ്യൂസ് എടുത്തിട്ട്. എന്നിട്ട് കോട്ടൺ തുണിയിൽ അരിച്ചിട്ട് ഇതുപോലെ ഒലിവ് ഓയിൽ ചേർത്തിട്ട് നമുക്ക് തേക്കാവുന്നതാണ് കേട്ടോ. ഏറ്റവും ബെസ്റ്റാണ്, മുടിക്ക് വളരെ നല്ലതാണ്. ഇതൊക്കെ നമുക്ക് അധികം പൈസ ചിലവില്ലാത്തതാണല്ലോ. പിന്നെ ഒലിവ് ഓയിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും കുറച്ച് മേടിച്ച് വീട്ടിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ മിക്ക പാക്കിൻ്റെ കൂടെ ഒലിവ് ഓയിൽ ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, അത്രയും ബെസ്റ്റാണ്, മുടി നന്നായിട്ട് വളരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒലിവ് ഓയിൽ എന്ന് ഞാൻ പറയാൻ കാരണം കേട്ടോ. സാധാരണ വെളിച്ചെണ്ണ ഉണ്ട്, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവാണ് ഒലിവ് ഓയിൽ കേട്ടോ. അപ്പോൾ ഒരു 200 ml 100 ml ഒക്കെ മേടിച്ച് സൂക്ഷിച്ച് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പാക്കിൻ്റെ കൂടെയും അല്ലാതെയും നമുക്ക് തേക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കാണിച്ചു തരാം കേട്ടോ, എങ്ങനെ എടുക്കേണ്ടത് കാണിച്ചു തരാം.
ഇതുപോലെ ഈ ഇല, ഇതിന്റെ ഇല കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഉതിർത്തിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ ഉതിർത്തി നോക്കാം. ഇതിൽ വല്ല പ്രാണികളുണ്ടോ എന്ന് നോക്കണം കേട്ടോ. പ്രാണികളുണ്ടോ എന്ന് നോക്കിയിട്ട് ഇത് ഉതിർത്തി ഇങ്ങനെ എടുക്കാം. ഇത് ഡാൻഡ്രഫിനെ ഇല്ലാതെ ആക്കൂട്ടോ. ഡാൻഡ്രഫ് മാറ്റി തരും കേട്ടോ. താരനൊന്നും ഉണ്ടാവില്ല കേട്ടോ. മുടിയുടെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും തേച്ചുകൊണ്ടിരിക്കുമ്പോൾ. നമ്മൾ ഇത് തേക്കുമ്പോൾ മുടി അത്രയും ഭംഗിയാവും. കറുപ്പുണ്ടാവും. മുരിങ്ങയുടെ ഇല തന്നെ തേക്കുമ്പോൾ തന്നെ ബ്ലാക്ക് ആവും മുടി. അപ്പൊ അതിന്റെ കൂടെ ഒലിവ് ഓയിലും കൂടി ചേർക്കുമ്പോൾ പിന്നെ ഒട്ടും പറയണ്ടല്ലോ. നമുക്ക് ഈ ചെറിയ ചെറിയ ഇത് കുഴപ്പമില്ല കേട്ടോ. ഇലയുടെ കൂടെയുള്ള കുഞ്ഞു കുഞ്ഞു തണ്ടൊന്നും കുഴപ്പമില്ല. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ജ്യൂസ് അടിക്കാനായിട്ട് ഇത് ചെറിയ ചെറിയ തണ്ടൊന്നും കുഴപ്പമില്ല. അതിന്റെ കൂടെ നമുക്ക് ഈ ചെമ്പരത്തി തണ്ടോട് കൂടി ഇടാം കേട്ടോ. ചെമ്പരത്തിയുടെ പൂവിന്റെ കണ്ടോ ഈ തൊപ്പിയില്ലേ, അതും ഇടാം കേട്ടോ. നല്ല സൂപ്പർ എക്സലന്റ് എന്നൊക്കെ പറയാം കേട്ടോ. നമുക്ക് അത്രയും നല്ലൊരു മാസ്ക് ആണ്. ഇതിന്റെ മൂന്നിന്റെയും കൂടി കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത്ര സൂപ്പറാണ് കേട്ടോ. ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്തിട്ട് ഒരു കോട്ടൺ തുണിയിൽ പിഴിഞ്ഞെടുത്തിട്ട് വേണം ഒലിവ് ഓയിൽ ചേർക്കാൻ കേട്ടോ. 2 സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തോളൂ കേട്ടോ. 2 സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് നമുക്ക് ഇതുപോലെ മാസ്ക് ആയിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഇത് എക്സലൻ്റ് ആണ്. ഹെയർ മാസ്ക് അത്ര സൂപ്പറാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. മുടിയുടെ ആ ടെക്സ്ചർ തന്നെ മാറിക്കിട്ടും നിങ്ങൾക്ക് കേട്ടോ. അതുപോലെ കായ ഉണ്ടാവില്ല, മുടിക്കായ പോകും, സ്പ്ലിറ്റ് എൻഡ് ഉണ്ടാവില്ല. ഒരുപാട് ഗുണങ്ങൾ അതിന്. കാരണം ഇത് മൂന്നിൻ്റെതായ ഗുണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കൂ കേട്ടോ. കാണാത്തവർ അത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ പലതരം മാസ്ക് ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ഓരോന്നിൻ്റെയും ഗുണങ്ങളൊക്കെ. അപ്പോൾ ഇത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതപ്പോൾ നമുക്കിത് ജ്യൂസ് അടിച്ചിട്ട് എടുക്കാം. നമ്മൾ അരച്ചെടുത്തതാണ് കേട്ടോ. അരച്ചെടുത്തിട്ട് ഇത് ഒരു കോട്ടൻ്റെ തുണിയിൽ പറയുന്ന പോലെ എടുക്കാം കേട്ടോ. കോട്ടൻ്റെ തുണിയിൽ അരിച്ചെടുക്കാം. നെറ്റ് പോലത്തെ തുണിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും കണ്ടോ. കണ്ടോ. ഇത് തലയ്ക്ക് നല്ല തണുപ്പായിരിക്കും കേട്ടോ. ഇത് തേച്ച് കഴിയുമ്പോൾ തലവേദന ഒന്നും ഉണ്ടാവില്ല. ഇതാണ് ഹൈബിസ്കസിന്റെയും മുരിങ്ങയുടെ ഇലയുടെയും കൂടി ഇത് കേട്ടോ. മുടിക്ക് നല്ല തിക്നെസ് ഒക്കെ തോന്നും കേട്ടോ മുരിങ്ങയുടെ ഇല. ഇതിന്റെ കൂടെ നമ്മൾ ഒലിവ് ഓയിൽ ചേർക്കണം കേട്ടോ. ഒലിവ് ഓയിൽ ചേർക്കണം ഒരു 10 ml രീതിയിൽ. ഇത് മിക്സ് ആക്കുക. രണ്ടും കൂടി മിക്സ് ആക്കുക. കണ്ടോ ഒലിവ് ഓയിൽ കണ്ടോ. അപ്പോൾ ഇത് നിങ്ങൾ തലമുടിയിലും റൂട്ട് മുതൽ എൻഡ് വരെ, മുടിയുടെ എൻഡ് വരെ നിങ്ങൾക്ക് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നല്ല സൂപ്പറാണ്.
നല്ല നല്ല റിസൾട്ടാണ് ഇത്. പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾ അനുഭവിച്ച് തന്നെ മനസ്സിലാക്കുക. അത്രയ്ക്കും നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മാറി മാറി ഓരോന്നും തേക്കുന്നുണ്ട്. ഇത് ഒരെണ്ണം തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ആയിരിക്കും അടുത്ത ദിവസം തേക്കുന്നത് കേട്ടോ. അങ്ങനെ മാറി മാറി തേച്ചുകൊണ്ടിരിക്കും. ഇത് അപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും എന്തിനാ ഇത്രയും മാസ്കിന്റെ ആവശ്യമെന്ന്. അപ്പോൾ അത് ഓരോ അതായത് ഓരോന്നിനും അതിൻ്റെതായ ഓരോ ഗുണങ്ങളാണുള്ളത് കേട്ടോ. പിന്നെ എളുപ്പമൊന്ന് തേക്കാനും എടുക്കാനും പറ്റുന്നത് അത് വേറെ അല്ലേ. അപ്പൊ എല്ലാവർക്കും ഈ പൊടികൾ 5-6 തരം പൊടികൾ ചേർത്തുള്ള മാസ്ക് ഒക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ തേക്കാനും എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ എന്താ ചെയ്യാ, ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പാക്കൊക്കെ കാണിച്ചു തരും. കുഞ്ഞു കുഞ്ഞു പാക്ക് വെച്ചാൽ നമുക്ക് എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ അതായത് ഓരോന്നിനും ഓരോ ഗുണങ്ങളാണല്ലോ. മുരിങ്ങയുടെ ലീഫ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല, നമുക്ക് അകത്തേക്ക്, ഞാൻ അന്ന് പറഞ്ഞല്ലോ, അകത്തേക്ക് കഴിക്കാനും അതുപോലെ കണ്ണിന് കാഴ്ചയും കിട്ടും ഈ മുരിങ്ങയുടെ ലീഫ് എന്ന് പറയുമ്പോൾ. ചൂടുള്ള ചോറിൽ അല്പം മുരിങ്ങയുടെ ലീഫ് നന്നാക്കി ഇട്ടിട്ട് മൂടിയിട്ടിട്ട് അത് കഴിക്കാൻ പറയും ഡോക്ടർമാര്, വേവിക്കാതെ തന്നെ. ആ ചൂടോടുകൂടി, ചോറിന്റെ ചൂടോടുകൂടിയുള്ള വേവ് മതി എന്ന് പറയും. അത്രയ്ക്കും നല്ലതാ മുരിങ്ങ. അപ്പൊ അത് മുരിങ്ങയുടെ ഓയിലൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വളരെ ബെസ്റ്റാണ് കേട്ടോ. അപ്പൊ ഇത് എല്ലാവരും ഉപയോഗിച്ച് നോക്കണം കേട്ടോ. പിന്നെ എല്ലാവരും സുഖമല്ലേ? നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ വളരെ നന്ദിയുണ്ട് കേട്ടോ. താങ്ക്സ് ഉണ്ട് ഒരുപാട്. ഇനിയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും മുടിയെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പാക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, പറഞ്ഞുതരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. സ്ട്രെസ് ഒന്നും പാടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള എന്നും പറയുന്ന കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക, അതിൽ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് തലമുടിയിലും തലോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇത് ശീലമില്ലാത്തൊരു രാത്രി തേച്ച് കിടക്കണ്ട കേട്ടോ. രാവിലെ കുളിക്കുന്നതിന് മുമ്പ് 1/2 മണിക്കൂർ മുമ്പ് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നീർപ്പിടുത്തുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടാവും ഓവർനൈറ്റൊക്കെ വെക്കാനായിട്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് പറയാനുള്ളത്. എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നാളെ നല്ലൊരു ടിപ്പുമായിട്ട് കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ.